നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ പെങ്കൊച്ച് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചേക്കാണല്ലോ. ഞാൻ പലതവണ ഗോപാൽജിയുടെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ. പക്ഷെ അവള് വേണോന്ന് വെച്ച് പ്രശ്നം ഉണ്ടാക്കാനായി എന്റെ നേരെ വന്നോണ്ടിരുന്നു. മോള് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഗോപാൽജിയോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കാം. അതുകൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടിയാ ഗോപാൽജി ശാലിനിയോട് ഒരു പ്രശ്നത്തിനും പോകരുതെന്ന് പറയുന്നത്. പക്ഷേ രഹസ്യമായിട്ട് അവള് ചെയ്യുന്ന എല്ലാ കുരുത്തക്കേടിനും അയാള് പിന്തുണ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റായ ഒരു തുറന്ന യുദ്ധത്തിന് ഗോപാൽജി ഇറങ്ങി തിരിക്കോ? നമ്മൾ പോലീസുകാര് ഒറ്റക്കെട്ടായി നിൽക്കില്ലെന്ന് തോന്നിയാ അയാൾക്കും മക്കൾക്കും എന്ത് ചെയ്യാനുള്ള ധൈര്യം കിട്ടും? ഫ്രാൻസിസിനെ പോലെ 1-2 പേരുണ്ടെന്നേ ഉള്ളൂ. ഭൂരിഭാഗം പേരും സത്യസന്ധരാ മോളെ. അങ്ങനെയുള്ള നമ്മളെ ഗോപാൽജിക്ക് പേടിച്ചേ പറ്റൂ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ശാലിനി എന്നെ തല്ലാൻ ഒങ്ങിയപ്പോ ഇവരാരെയും ഞാൻ കണ്ടില്ല. ആ സഞ്ജയ് എന്നെ രക്ഷിച്ചത്. സഞ്ജയോ? ആ, ശാലിനി എന്നെ വെറുതെ വിടാൻ ഒരു ഉദ്ദേശവും ഇല്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നപ്പോ കൃത്യമായിട്ട് സഞ്ജയ് അവിടെ എത്തി. പിന്നെ അവര് തമ്മിലായി വഴക്ക്. സഞ്ജയ് എന്തിനാണ് എനിക്ക് വേണ്ടി സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്ത ആളാ സഞ്ജയ്. അത് സത്യം. എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണാതെ അവൻ മോളെ സഹായിക്കില്ല. മാധവൻ അവനെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. ഞാനും കൂടി ഇടപെട്ടിട്ടാ അന്ന് അച്ഛൻ സഞ്ജയെ അറസ്റ്റ് ചെയ്തത്. സഞ്ജയ് ആ കേസിൽ കുറ്റക്കാരനായിരുന്നു തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ആ കേസില് ഹരിത എന്താണ് സാക്ഷി പറയാൻ വരാത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ട് മാത്രാ സഞ്ജയ് രക്ഷപ്പെട്ടത്. അച്ഛൻ മരിച്ചപ്പോ അവൾക്ക് സഞ്ജയ്ക്കെതിരെ കോടതിയിൽ മൊഴി നൽകാനുള്ള ധൈര്യം ചോർന്നുപോയി കാണും. എന്തായാലും മോള സഞ്ജയ് ആയിട്ട് വലിയ കമ്പനിയൊന്നും വേണ്ട. അവൻ വിഷാ. May I come in, sir? Yes, come in. Sir.